ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വൻ പ്രതിഷേധമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർ ചത്ത മീനുകൾ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നേതാക്കൾ ഉപരോധിച്ചു. പ്രശ്നത്തിൽ ജലവിഭവ വകുപ്പിനെ പഴിചാരുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. മുന്നറിയിപ്പ് നൽകുന്നതിൽ ജലവിഭവ വകുപ്പ് വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. അലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം പെരിയാറിലേക്ക് വൻതോതിൽ രാസമാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയെന്നും എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെ അളവ് കുറവാണോ, വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ? ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോകോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. ഇത് പ്രത്യേകിച്ച് ഇവരെത്തിച്ചാണ്, ഈ ഭരണ സംവിധാനം എത്തിച്ചാണ് ഇത് സമാധാന മറുപടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരം ജനരോഷം ഉണ്ടാക്കാൻ കാരണം ഈ ഭരണ സംവിധാനമാണ്. ഇവിടുത്തെ MLA എവിടെ, മന്ത്രി എവിടെ? പിന്നെ ഇനി ഒരു തലമുറക്ക് ഇത് ബാധിക്കുന്ന വിഷയമല്ലേ? ഞങ്ങളുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ കൂടുമത്സ്യ കൃഷിയെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും അതൊരു ഉപജീവന മാർഗമായിട്ട് ജീവിതത്തിലേക്ക് അവർക്കുള്ള ഒരു ഉപാധിയും കൂടിയായിട്ടാണ് ഇപ്പം മത്സ്യങ്ങളെ വളർത്തുന്നത്. ആ മത്സ്യങ്ങളാണിപ്പോൾ ചത്തുപൊങ്ങി വെക്കുന്നത്. അവരുടെ ജീവിതം ഇനി കട്ടപ്പുകയിൽ തന്നെ ആയിട്ട് ഇരിക്കണേണ്. അവർക്കൊരു പരിഹാര മാർഗവും ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ളതൊന്നും ഇപ്പോഴും അറിയാൻ പറ്റിയിട്ടില്ല. ഉപജീവന മാർഗവും കുടിവെള്ളം എല്ലാം അതെ സമുദ്രത്തെയാണ് ഈ നശിപ്പിച്ചേക്കണത്. നാളെ ഇതുപോലെ മനുഷ്യകുരുതിയാണ് ഇവിടെ നടക്കാൻ പോണത്. പല പ്രാവശ്യവും ഇത് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, ഇവരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരുവിധ നല്ല നടപടികളും ഇവരുടെ ഭാഗത്തുനിന്നില്ല. രാവിലെയും വൈകുന്നേരം ഇവരുടെ വണ്ടി വന്ന് വെള്ളമൊക്കെ സാമ്പിൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അതുപോലെ ഇതിലേക്ക് ഒഴുക്കണമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ നാട്ടുകാരല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ആളുകൾ ചോദിക്കുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഉറക്കത്തിലായിരുന്നോ എന്നത്. ഇപ്പോൾ ഒരു കമ്പനി ആ പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കിയെന്ന് ഇപ്പോൾ ഇതാ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നത് അത് ജലവിഭവ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയില്ല എന്നതാണ്. അപ്പോൾ ഇവിടെ സർക്കാർ വകുപ്പുകൾക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഉത്തരവാദി ആരെന്ന കാര്യത്തിലെ ഈ പഴിചാരലുള്ളൂ, വീഴ്ച ഇവിടെ വ്യക്തമാണ്. ഇനിയും റിപ്പോർട്ട് വേണം, അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെന്നാണ് വ്യവസായ വകുപ്പ് ഇപ്പോൾ, അല്ലെങ്കിൽ വ്യവസായ മന്ത്രി അറിയിക്കുന്നത്. വലിയ ജനരോഷമുണ്ട്. എന്താണ് പ്രതിഷേധക്കാരോട് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ? വിജയകുമാർ, കഴിഞ്ഞ 3 മണിക്കൂറിലേറെയായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുമായി പല ഘട്ടങ്ങളിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. രാവിലെ നടന്ന ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമേ വ്യക്തമാക്കൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. തുടർന്ന് ഈ പ്രവർത്തകർ അകത്ത് ചർച്ച നടത്തുമ്പോഴാണ് പുറത്ത് പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. ഒരു വിഭാഗം പ്രവർത്തകരെ ചർച്ചയ്ക്കായി പോലീസ് അനുവദിച്ചിരുന്നു. പക്ഷേ കൂടുതൽ പേരെ അകത്തേക്ക് വിടണമെന്നുള്ള പ്രവർത്തകരുടെ വാശിയായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു ഉന്തും തള്ളിനുമൊക്കെ ഇടയാക്കിയത്. പിന്നീട് ഈ പ്രവർത്തകർ അടങ്ങുന്ന സമയത്താണ് മത്സ്യത്തൊഴിലാളികൾ പെരിയാറിൽ ചത്ത് ചീഞ്ഞ മത്സ്യങ്ങളുമായി ഇവിടെ എത്തുകയും അത് ഇതിനകത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ വലിച്ചെറിഞ്ഞ മീനുകളാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ കിടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിജയകുമാർ പറഞ്ഞ പോലെ ഉയർന്നൊരു ചോദ്യമേ ഉള്ളൂ. ഈ പെരിയാറിനെ ഒരു കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. ഇതിന്റെ ഉത്തരവാദികൾ ആര് എന്നുള്ള ചോദ്യത്തിന് അത് പരിശോധിക്കണമെന്നുള്ള മറുപടി ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. പെരിയാറിൽ നടന്ന രാസകൂട്ടക്കുരുതിക്ക് ഉത്തരവാദി
ഉത്തരവാദികൾ ഇറിഗേഷൻ വകുപ്പാണ് എന്ന് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. ആരോടും പറയാതെ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ ബണ്ട് തുറന്ന് വിട്ടതാണ് ഈ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് ഇടയാക്കിയതെന്ന് അവർ ഒരു നിലപാടെടുത്തു. പക്ഷേ എങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പുഴ മലിനമാക്കിയതിനുൾപ്പെടെ കേസെടുക്കാമല്ലോ, പരാതി കൊടുക്കുമല്ലോ എന്നുള്ളൊരു ചോദ്യം ജനപ്രതിനിധികൾ ഉൾപ്പെടെയാണ് ചോദിച്ചത്. പക്ഷേ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. ഇതോടെയാണ് നടക്കുന്നത് കള്ളക്കളിയാണ് എന്നുള്ളൊരു സമീപനത്തിൽ പൊതുപ്രവർത്തകർ എത്തുകയും അത് ഒരു പ്രതിഷേധമായി ഓഫീസിനുള്ളിൽ ഉണ്ടാകുകയും ചെയ്തത്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ ഓഫീസിന്റെ പുറത്ത് ഇപ്പോൾ വളരെ ശാന്തമായിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി. ഈ ആളുകൾ ഇവിടെ കൂടുകയും കൊണ്ടുവന്ന പുഴയിൽ ചത്തു ചീഞ്ഞ മത്സ്യങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങോട്ട് എറിയുകയും ചെയ്തു. പോലീസ് വളരെ സംയമനം പാലിച്ചുകൊണ്ട് ഈ സമരക്കാരെ മാറ്റി നിർത്താൻ മാത്രമാണ് ശ്രമിച്ചത്. കാരണം അവർക്കും അറിയാം ഇത് ഒരു പ്രദേശത്തിന്റെ ആകെ ഉപജീവനമാർഗം ഇല്ലാതാക്കിയ ഒരു ദുരന്തത്തിന്റെ ആ ഇരയാക്കപ്പെട്ട ആളുകളുടെ പ്രതിഷേധമാണ്. അലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കി എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ പറയുന്നുണ്ട്. അവരത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും തുടർ നടപടി? അപ്പോൾ ഇത് കണ്ടെത്തിയല്ലോ, ഈ ഉറവിടം കണ്ടെത്തിയല്ലോ, അത് എവിടെ നിന്നാണ് വന്നത് എന്നതും ആരാണ് ഒഴുക്കിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റിപ്പോർട്ട് തേടൽ അടുത്ത നടപടിയിലേക്ക് പോകാതെ ഈ കണ്ടെത്തിയ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ? അതാണല്ലോ നമുക്കറിയേണ്ടത്. ഇനി വിജയകുമാർ, അലൈൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയ ഇത് മാത്രമാണോ ഈ വെള്ളം ഒഴുക്കിവിടൽ, മലിനജലം ഒഴുക്കിവിടൽ മാത്രമാണോ ഈ കൂട്ടക്കുരുതിക്ക് ഇരയായതെന്ന് വ്യക്തമായി പറയാൻ ഈ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. പകരം അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇറിഗേഷൻ വകുപ്പ് കെട്ടിക്കിടന്ന രാസമാലിന്യങ്ങൾ ഉൾപ്പെട്ട വെള്ളം ബണ്ട് തുറന്ന് ഒഴുക്കിവിട്ടു, അതാകാം ഈ കൂട്ടക്കുരുതിക്ക് ഇരയായത് എന്നുള്ളതാണ്. ഏതായാലും ഈ സ്ഥാപനങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് അതിന് ചുമതലപ്പെട്ടവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം പെരിയാറിന്റെ സംരക്ഷണത്തിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഓഫീസാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഇവിടെയുള്ള ഓഫീസ്. അതിൽ അകത്തുള്ള ജീവനക്കാർക്ക് ഉൾപ്പെടെ പെരിയാറിന്റെ സംരക്ഷണമാണ് ചുമതല. പക്ഷേ പെരിയാറിനെ സംരക്ഷിക്കാൻ ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചോദിക്കുമ്പോൾ അതിന് മാത്രം ഉത്തരമില്ല. അതെല്ലാം തിരുവനന്തപുരത്തു നിന്ന് വരണം എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകാനുള്ളത്. ഏതായാലും അത് തന്നെയാണ് ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചതും വലിയ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തത്. പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ ചത്ത മീനുകൾ ഇവിടെ എത്തിച്ച് ഓഫീസിലേക്ക് എറിഞ്ഞത്. ഈ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദികൾ ആരാ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഇത്തരം സംവിധാനങ്ങൾ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് സംവിധാനമില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ ഒന്നിനും ഉത്തരമില്ലാത്ത ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഒരു ഓഫീസിൽ ഇനി എന്ത് ചോദിക്കാനാണ് എന്നുള്ളതാണ് ഈ പ്രവർത്തകരും പ്രതിഷേധക്കാരും എല്ലാം ചോദിച്ചത്. അതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തത്. ഏതായാലും ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ ആ പ്രതിഷേധത്തിന്റെ ചൂടറിയേണ്ടി വന്നു. സമരത്തിന്റെ ചർച്ചയ്ക്കായി എത്തിയ ചീഫ് എഞ്ചിനീയറുടെ വാഹനം ഉൾപ്പെടെ തടയുകയും ചെയ്തിരുന്നു. ഏതായാലും ചീഫ് എഞ്ചിനീയർ ഇപ്പോൾ അകത്ത് സമരക്കാരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ ജീവനോപാധി തകർത്ത ഒരു സംഭവത്തിൽ ഒരു വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഇവിടെ എന്തിനെന്നുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അരങ്ങേറിയത്. വിജയകുമാർ, ഇത് ഈ ഓഫീസ് ഉദ്യോഗമണ്ഡൽ ഏലൂരിലെ ഉദ്യോഗമണ്ഡലിലാണ് പ്രവർത്തിക്കുന്നത്. പെരിയാറിന്റെ നിരീക്ഷണത്തിന് വേണ്ടി, ഈ വ്യവസായ മേഖലയായതുകൊണ്ട് അവിടെ നിരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഓഫീസ് തന്നെ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവർക്കെതിരെ ഈ ആരോപണം ഉയരുന്നത് ഇതാദ്യമല്ല, മുൻവർഷങ്ങളിലും ആരോപണം ഉയർന്നിട്ടുണ്ട്. പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തുക, അത് തടയുക, അവർക്കെതിരെ നടപടിയെടുക്കുക, ഇതൊക്കെയാണ് ഈ ഓഫീസിന്റെ ചുമതല. പക്ഷേ അവരത് ആ ചുമതല നിറവേറ്റുന്നില്ല എന്നൊരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. ജലവിഭവ വകുപ്പിനെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പഴി പറയുമ്പോഴും പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയത് ഈ സ്ഥാപനങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രതിഷേധക്കാർക്കൊപ്പം ഇപ്പോൾ വിനീത VG കൂടി ഏലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത്? ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ കൃത്യമായ ഉറപ്പുകൾ അവർക്ക് വേണം. കോടികളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് മത്സ്യകർഷകർക്കെന്ന് ഫിഷറീസ് വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ പരിഹരിക്കും ഈ പ്രശ്നം? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരിത് ഇന്നോ ഇന്നലെയോ അനുഭവിക്കുന്ന ഒരു കാര്യമല്ല. പലകുറി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇങ്ങനെ അത് ആവശ്യങ്ങളിൽ ഒതുങ്ങി എന്നുള്ളത് മാത്രമല്ലാതെ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല. അതുതന്നെയാണ് ഈ അടുത്തിടെ ഇന്നലെ ഉണ്ടായ സംഭവം കൂടി ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളുമായാണ് ഇന്നവർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. പലരും വായ്പയെടുത്തുമൊക്കെ ഈ മത്സ്യകൃഷിയും ഒക്കെ നടത്തുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ മത്സ്യസമ്പത്ത് എന്ന് വീണ്ടെടുക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു ചോദ്യം ബാക്കിയുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ ഈ പെരിയാറിന്റെ തീരത്തൊക്കെ താമസിക്കുന്ന സാധാരണപ്പെട്ട ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യബന്ധനമൊക്കെയാണ് അവരുടെ ഒരു ജീവന ഉപാധി എന്ന് പറയുന്നത്. ഇനി എന്ന് നമുക്ക് ആ പെരിയാറിൽ വീണ്ടും മത്സ്യബന്ധനത്തിനായി ഇറങ്ങാൻ കഴിയും, അല്ലെങ്കിൽ ഈ കൃഷിയൊക്കെ എന്ന് നടത്താൻ കഴിയും ഉൾപ്പെടെയുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ഇപ്പോഴും ഈ പ്രതിഷേധവുമായി നിങ്ങൾ നിൽക്കുമ്പോഴും ഒരു മുഖം തിരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചെയർമാൻ ഇവിടെ വരികയുണ്ടായി.
ഈ മാതിരിയുള്ള സമരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് ഇതിൽ ഇറങ്ങി എന്താ എന്ന് ചോദിക്കാൻ പോലും ഉള്ള ഒരു മനസാക്ഷിയില്ല. അദ്ദേഹത്തിന് ഇതിനകത്തേക്ക് കാറിനെ കയറാൻ പറ്റുള്ളൂ എന്ന് പറയണത്. അപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ നോക്കി നിൽക്കുമ്പോൾ കാറിന് വേണ്ട, നിങ്ങൾ നടന്ന് കയറിപ്പോ. എന്നിട്ട് എന്താ സമരം എന്തിനു വേണ്ടിയാണ്, എന്താണെന്ന് അവിടെ അകത്ത് ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചോ. പക്ഷേ ഈ നടപടി ഉണ്ടാകും വരെയും ഈ മത്സ്യങ്ങളുമായി ഇവിടെ നിൽക്കാൻ തന്നെ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഇതിന് എന്താണോ ഒരു പോംവഴി, എന്താണോ ഇതിനൊരു സമാധാനം, അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. തീർച്ചയായും വിജയകുമാർ, അതുവരെ ഈ ചത്ത മത്സ്യങ്ങളുമായി ഇവിടെ നിന്ന് ഈ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഉണ്ടാകണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നടപടി ഉണ്ടാകും വരെയും ഇവിടെ നിന്ന് പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. വിജയകുമാർ. യെസ്, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ വലിയ ആരോപണം ആ മേഖലയിലെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. റിപ്പോർട്ട് തേടിയ ശേഷം നടപടിയെന്നാണ് വ്യവസായ മന്ത്രി നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരമാകുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി. ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് RRTക്ക് പുലിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത്. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. നിഖിൽ, പുലിയെ ഇപ്പോൾ സുരക്ഷിതമായി എന്ന് പറയാവുന്ന തരത്തിൽ കൂട്ടിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറെ മണിക്കൂറുകൾ അത് കമ്പിവേലിയിൽ കുടുങ്ങി രക്ഷപ്പെടാനുള്ള പ്രയത്നം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപക്ഷെ അത് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും വിജയകുമാർ, ഇപ്പോൾ ഈ കൂട്ടിലാക്കി കഴിഞ്ഞു, പുലിയെ സുരക്ഷിതമായി തന്നെ കൂട്ടിലാക്കി കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ നടപടി എന്ന് പറയുന്നത് വളരെയധികം സാഹസികമായിരുന്നു. സത്യത്തിൽ ഈ മയക്കുവെടി പുലിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഈ കൂട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം സാഹസികമായിട്ടുള്ളൊരു നടപടി തന്നെയായിരുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള RRT സംഘവും വനവകുപ്പ് ഉദ്യോഗസ്ഥരും വളരെയധികം പ്രയാസപ്പെട്ടാണ് കൂടിനകത്തേക്ക് അതിനെ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കൂടിനകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന വേളയിലും നന്നായി തന്നെ ഈ RRT സംഘത്തിന് നേരെ അത് പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി, മുരളുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സുരക്ഷിതമായി കൂടിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഏത് വനവകുപ്പ് കേന്ദ്രത്തിലേക്കാണ്, ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടില്ല. അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ അടക്കം ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ അടക്കം നേതൃത്വത്തിൽ എവിടേക്ക് മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അവർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ആ തൃശ്ശൂരിൽ നിന്നുള്ള ടീം. ഭയങ്കര ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പുലി ഇവർക്ക് നേരെ ഇങ്ങനെ പാഞ്ഞ് അടുക്കുന്നു. ആ സമയത്തൊക്കെ അതിനെ എന്ത് വെച്ചാൽ നിങ്ങൾ പ്രതിരോധിച്ചത്, ഒരു ഷീൽഡ് വെച്ചിട്ട് അവരിങ്ങനെ പ്രതിരോധിക്കുകയായിരുന്നു. വളരെ സാഹസികമായിരുന്നു. അവർക്കെതിരെ അതിനെ ആ മയക്കുവെടി പൂർണ്ണമായി കൊണ്ടിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഫുള്ള് സഡേഷൻ ആയിരുന്നില്ല സാർ, അത് ബൗൺസ് ചെയ്ത് പോയി. നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണ്? അറ്റാക്കിംഗ് ആണ് മെയിനായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. അതാണ് ഷീൽഡ് നമ്മൾ കയ്യിൽ വയ്ക്കാനുള്ള കാരണം. കറക്റ്റ് അത് അറ്റാക്ക് ചെയ്ത് ഷീൽഡ് വെച്ച് തട്ടി ആളുള്ളിൽ പോയ ശേഷം നമ്മളതിനെ ബ്ലോക്ക് ചെയ്ത് ഡോർ ക്ലോസ് ചെയ്ത് നമ്മൾ ആനിമലിനെ മാക്സിമം സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ കാമാണ്. ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ആരോഗ്യ പ്രശ്നം, ബാക്കി കൂടുതൽ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറയാം. ഡേവിഡ് ഡോക്ടർ കുറച്ച് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഈ കൂട് തുറക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അല്ല, കൂടൊക്കെ വളരെ ഡോറൊക്കെ ഓപ്പണൊക്കെ പെട്ടെന്ന് എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വലിയ ആശങ്കയായിരുന്നു വിജയകുമാർ. കാരണം ഇത് ഈ പുലി അവിടെ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നത് ഏത് അളവിലാണ്, ഏത് തരത്തിലാണ് അതിൻ്റെ കൈ കുരുങ്ങിയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇവരരികിലേക്ക് ആദ്യം എത്തി നോക്കുന്നു. അപ്പോഴൊക്കെ ഇവർക്ക് നേരെ ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാടധികം സമയം അതേ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു ഈ കൂടുമായിട്ട് അരികിലേക്ക് എത്തുന്നതോടുകൂടി പുലിയുടെ ഒരു രീതി മാറാൻ തുടങ്ങി. വളരെ അഗ്രസീവായി ഈ സംഘത്തിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറ്റും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് ഇതിനോടകം തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുലിയെ മാറ്റും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു പ്രാഥമികമായ പരിശോധന പൂർത്തിയാക്കി ഇനി എങ്ങോട്ടാണ് പുലിയെ മാറ്റേണ്ടത്, പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ നൽകണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇനി ഏർപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും ഒരുപാടധികം കാലം ഈ മേഖലയെ ആകെ ആശങ്കയിലാക്കി
കൂട്ടിലാക്കിയ ഒരു പുലിയാണ് ഇപ്പോൾ വലയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇനി ഒരു പുലിയുടെ സാന്നിധ്യം കൂടി ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ കൂടി പിടികൂടിയാൽ മാത്രമേ തങ്ങൾക്ക് ഒരു ആശ്വാസമാകൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും പല ദിവസങ്ങളിലായി രാവിലെ മറ്റും ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരുന്നതാണ് ഈ പുലിയെ. അവർ ഈ തോട്ടങ്ങളിലും മറ്റും പറമ്പുകളിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ നിരന്തരം അവരുടെ മുന്നിൽ പെട്ടിരുന്ന ഒരു പുലിയാണ്. അതാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം അതിനെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം മതിയായ ചികിത്സകളും മറ്റും നൽകി തുടങ്ങും. വിജയകുമാർ. യെസ്, കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി അത് ഏറെ മണിക്കൂറുകൾ കുടുക്കിൽ പെട്ടിരുന്നു. അതിനെ വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സാഹസികമായി എന്ന് പറയാം RRT സംഘം അതിനെ കൂട്ടിലാക്കിയിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങൾ അതിനില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർമാർ പരിശോധിക്കും, അതിനുശേഷം എവിടേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അത്തരം തീരുമാനങ്ങൾ ഉടൻ എടുക്കും. ആ മേഖലയിൽ ഭീതി വിതച്ച 2 പുലികളിൽ ഒന്നാണ് ഇപ്പോൾ കൂട്ടിലായത് ഒരു ആശ്വാസം കൂടി നാട്ടുകാർക്കുണ്ട്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ പുലിക്കുമില്ല എന്നാണ് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട്ട് നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവയവക്കടത്തു സംഘം. തൃശൂർ മുല്ലശ്ശേരിയിൽ 7 പേർ അവയവം ദാനം ചെയ്തത്. അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സാന്ത്വനം ജീവകാരുണ്യ സംഘടന മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. ഇത് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഇവർ ഉന്നമിക്കുന്നത്. അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുക ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാർ, ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർ, വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, അവരെയാണ് ഇവർ കണ്ടെത്തിയിട്ട് അതിന് കണ്ടെത്താൻ തന്നെ സ്ത്രീകളായിട്ടുള്ള ഇടനിലക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം ആളുകളെ ഇറാനിലെത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ 24 ലഭിച്ചു. സംഘത്തിലെ പ്രധാനി ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണെന്ന് അറസ്റ്റിലായ സബിത് നാസർ പോലീസിന് മൊഴി നൽകി. സബിത്തിനെ വിശദമായി ചോദ്യം ചെയ്യാൻ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. കസ്റ്റഡി അപേക്ഷയിൽ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. സൂരജ് സജിയും വിഷ്ണു സുരേഷുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, ഈ തൃശ്ശൂരിലെ ഒരു മേഖലയിൽ ഇത്രയും ആളുകൾ അവയവ ദാനം നടത്തി, അതിന് പിന്നിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. മുല്ലശ്ശേരിയിലെ ആളുകളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്യുകയായിരുന്നു ആ സംഘമെന്ന് ഇപ്പോഴിതാ പരാതി വരുന്നു. എന്തൊക്കെയാണ് അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അതിൽ അന്വേഷണത്തിന്റെ സാഹചര്യം എത്രത്തോളം ഉണ്ട് ഇപ്പോൾ? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുല്ലശ്ശേരി മേഖലയിലെ ആളുകളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ അവയവ കച്ചവടം നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പരാതി നൽകിയിരിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള CA ബാബുവാണ്. അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കുകയുണ്ടായി. പറയുന്നത് 7 പേർ ഇത്തരത്തിൽ ഒരു പഞ്ചായത്തിൽ തന്നെ 7 പേർ നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം, അതായത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന കണക്കുകൾ പ്രകാരം 7 പേർ ഇത്തരത്തിൽ ഈ ഏജന്റുമാരുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ട് അവയവ കച്ചവടം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അനൌദ്യോഗികമായുള്ള കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 30 പേർ മാത്രം ഈ മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഈ അവയവം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സാബു ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിനും അതുപോലെ തന്നെ ഉന്നത അധികാരികൾക്കും പരാതി നൽകുകയുണ്ടായി. DGPക്ക് അടക്കം പരാതി നൽകി. ഈ പരാതിയിന്മേൽ പ്രാഥമികമായി പോലീസ് ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. അതിൽ ചില ഏജന്റുകൾ ഉൾപ്പെടെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പക്ഷേ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസ് ഇത് സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ഈ 7 പേരെ ചോദ്യം ചെയ്ത് ഈ അവയവം നൽകിയ ആളുകളെ അടക്കം ചോദ്യം ചെയ്തു. പക്ഷേ ഇവരാരും തന്നെ ഇതൊരു അവയവ കച്ചവടമാണ് എന്ന തരത്തിൽ മൊഴി നൽകിയില്ല. ബന്ധുക്കൾക്കാണ് ഈ അവയവം നൽകിയത് എന്ന തരത്തിലുള്ള മൊഴിയാണ് ഇവർ നൽകിയത്. അതോടുകൂടി തന്നെ പോലീസ് പറയുന്നത് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഈ പഞ്ചായത്തിൽ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അവയവ കച്ചവടം സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ പ്രത്യേക ഒരു ഏജൻസിയെ കൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGPക്ക് തൃശ്ശൂരിൽ നിന്ന് ഉള്ള പോലീസുകാർ നൽകിയ റിപ്പോർട്ട്. ഇത് പ്രകാരം അന്വേഷണം നടക്കണം എന്നൊരു ആവശ്യമാണ് നിലവിൽ ഈ സാബു ഉൾപ്പെടെ പറയുന്നത്. ഈ ആളുകളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് 4 ലക്ഷം രൂപയ്ക്ക് വരെ വൃക്ക വിൽപ്പന നടത്തിയ ആളുകൾ ഇവിടെയുണ്ട്. 10 ലക്ഷം രൂപ വരെ, 4 ലക്ഷം തുടങ്ങി 10 ലക്ഷം രൂപ വരെയാണ് വൃക്ക നൽകിയവർക്ക് ലഭിച്ചത്. ഈ അതുപോലെ തന്നെ കരൾ പകുത്തു നൽകിയവർക്ക് 6 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നൽകി. അങ്ങനെ വലിയ രീതിയിൽ ഒരു അവയവ കച്ചവടം ഈ മുല്ലശ്ശേരിയിൽ നടന്നു എന്നുള്ളതാണ് പ്രധാനമായും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ചൂണ്ടിക്കാണിക്കുന്ന വിജയകുമാർ. യെസ്, അനൗദ്യോഗികമായി ഏതാണ്ട് 30ഓളം ആളുകൾ അവയവം വിൽപ്പനയിൽ പങ്കെടുത്തു എന്ന വളരെ ഞെട്ടലുളവാക്കുന്ന വിവരമാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. ഔദ്യോഗികമായി 7 പേരുടെ പേര് വരുന്നുള്ളൂ. അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഉറപ്പായും അത് അന്വേഷണം വേണ്ട വിഷയം തന്നെയാണ്. നമ്മൾ
നെടുമ്പാശ്ശേരി വഴിയുള്ള അവയവക്കടത്തിന്റെ വിവരങ്ങളിലേക്ക് കടന്നാൽ വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിലെ പ്രധാനി ഹൈദരാബാദിലുള്ള ഒരു ഡോക്ടറാണ് എന്ന് പ്രധാന പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ആ ഡോക്ടറിലേക്ക് കേരള പോലീസിന് എത്താൻ കഴിയുമോ? ജയകുമാർ ഇന്നലെ വ്യക്തമാക്കിയതാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് പ്രധാനമായും അവയവം കടത്തുന്നതെന്ന്. സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അതൊരു ഡോക്ടറാണ് എന്നൊരു കൂടുതൽ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഡോക്ടറിലേക്ക് എത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഹൈദരാബാദും ബംഗളൂരുവും കേന്ദ്രീകരിച്ച് തന്നെയാണ് തുടരന്വേഷണങ്ങൾ നടക്കുക. അതിന് മുന്നോടിയായി ഏറ്റവും പ്രധാനപ്പെട്ടത് സാബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ്. 10 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് അത് പരിഗണിക്കും. വൈകിട്ടോടുകൂടി സാബിത്തിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡിയിൽ വിടും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സാബിത്തിനെ ചോദ്യം ചെയ്യുന്നത് കൂടുതലിലേക്ക് എത്താമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. മറ്റു വിവരങ്ങളൊന്നും പോലീസിന് കാര്യമായി ലഭിച്ചിട്ടില്ല. സാബിത്തിന്റെ മൊഴി മാത്രമാണ് പോലീസിന് മുൻപിൽ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാന പ്രതി ഒരു ഡോക്ടർ, ഇടനിലക്കാരനാണ്. ബാക്കിയുള്ളവരൊക്കെ ഈ ഡോക്ടർ ഹൈദരാബാദിലുണ്ട്. അയാളെ കണ്ടെത്താൻ, അയാളിലേക്ക് എത്താൻ കേരള പോലീസിന് കഴിയും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം സുരേഷ് സജി തൃശ്ശൂരിൽ നിന്നും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.